ഹിന്ദു വർഗീയത നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നത്. ആ ഹിന്ദു വർഗീയതയിൽ ആകൃഷ്ടരായ ബുദ്ധിജീവികളടക്കം ഇത് മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താനാണ്, മുസ്ലിങ്ങളെ ആക്ഷേപിക്കേണ്ട കാര്യം എന്താ? മോഡിക്ക് ഇത്തവണ പറ്റിയ ഏറ്റവും വലിയ തെറ്റുകളിലൊന്നും മുസ്ലിങ്ങൾക്കെതിരെ കണ്ടിന്യൂസായി സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു മാസത്തോളം ഒരു പ്രൈം മിനിസ്റ്റർ അങ്ങനെ ചെയ്യാവോ? ഏതെങ്കിലും പ്രൈം മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്? വാജ്പേയി പോലും ചെയ്തിട്ടുണ്ടല്ലോ. അഹങ്കാരമല്ലേ കാണിച്ചത്? താനെന്തോ ആണ്, താൻ ദൈവം വരെയാണ്. എന്തോ ഒരു വടിയും പിടിച്ച് പാർലമെൻറ്റിൽ കൊണ്ടാ വടി വെച്ചതാ ഞാൻ വരുന്ന വരവ് കാണണം അല്ലേ? നമ്മുടെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ പൂജിച്ചു കൊണ്ടുവരുന്ന പോലെ എന്താ ഭരണഘടനാ വടി എന്ത് വരുന്നത്? അതുകൊണ്ട് ചെങ്കോലുണ്ടോ? ഡെമോക്രസി ചെങ്കോലുണ്ടോ? അത് സാധാരണ രാജാവിന് പോലും ചെങ്കോലില്ല. മഹാരാജാവിനാണ് ചെങ്കോലുള്ളത്. നാട്ടുരാജാവിന് ചെങ്കോലൊന്നും ആരും പറയത്തില്ല. അപ്പോൾ രാജവാഴ്ചയുടെ നഷ്ടപ്പെട്ട ഫ്യൂഡൽ സമ്പ്രദായങ്ങളുടെ ആരാധകനാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം കാണിച്ച ഏറ്റവും വലിയ തെറ്റാണ്. അദ്ദേഹം ഭരണഘടനയെ അപമാനിക്കുകയാണ് ചെയ്തത്. അവിടെ കൊണ്ടുവച്ചു പാർലമെൻറ്റിനകത്ത്. അതിനോട് യോജിക്കുന്നവരാണ് അവിടെ ഇരിക്കുന്നവരെല്ലാം. പാർട്ടി ചെറുതോ വലുതോ എന്നല്ല, അല്ലെങ്കിൽ അംഗസംഖ്യയിൽ കുറവാണോ ഉള്ളതെന്നല്ല. എന്തുകൊണ്ട് നിരവധി പാർട്ടികൾ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്നു? ഒരു സമൂഹത്തിൽ നിരവധി കൊച്ചു കൊച്ചു പാർട്ടി എന്തുകൊണ്ട് ഇത്രയും പാർട്ടി എന്തിനാണ്? കേരള കോൺഗ്രസിന് 6 7 ഉണ്ട്. അതിനെപ്പറ്റി ലെൻ പറഞ്ഞു, ഒരു പാർട്ടി ഒരു ഐഡിയോളജിയാണ്. ഈ സമൂഹത്തിൽ ഇത്രയും ഐഡിയോളജി ഉണ്ട്, അതാണത് പാർട്ടിയായിട്ട് വരുന്നത്. വലതുപക്ഷത്ത് തന്നെ പല പല റേഞ്ചിലുള്ള ഐഡിയോളജിയുണ്ട്. അതെല്ലാം വലതുപക്ഷമാണെങ്കിൽ അതെല്ലാം പല പല റേഞ്ച്. ലെഫ്റ്റിനകത്തും പല പല റേഞ്ചിലാണ്. അതെല്ലാം ഓരോ പാർട്ടിയായിട്ട് വരുന്നു. അപ്പോൾ പാർട്ടിയുടെ ബാഹല്യത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഇത്രയും ചീള് ആശയങ്ങളുള്ളത് കൊണ്ടാണ്. ആ ആശയമുള്ളവർ അതിന് വോട്ട് കൊടുക്കുന്നത് കുറവായിരിക്കും ചിലപ്പോൾ. എന്ന് പറഞ്ഞതുപോലെ ഈ പാർലമെൻറ്റിൽ എല്ലാവരും മോഡിയുടെ ഈ ചെങ്കോലുകാരാണോ? അല്ലല്ലോ. പ്രതിപക്ഷം അതിനോട് യോജിച്ചല്ലോ. ചെയ്യാവോ? അദ്ദേഹം എന്താ പാർലമെൻറ്റ് അമ്പലാക്കാൻ പോയി? ഇതൊക്കെ അതിനെ ഒന്നും നമുക്ക് മുതലെടുക്കാൻ പറ്റിയില്ല വേണ്ടത്ര. ഒരു പരിധിയോളം കഴിഞ്ഞു. കാരണം 3-2 ഭൂരിപക്ഷം പോയില്ലേ? 400 കിട്ടിയില്ലെന്ന് മാത്രമല്ല, 3-2 പോയി. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതായില്ല. ഇതിനേക്കാളൊരു നാണക്കേട് മോഡി. പക്ഷേ എന്തെങ്കിലും മുഖത്തൊരു ഭാവമുണ്ടോ? അപ്പോൾ നാണക്കേടുണ്ടായാലും ഭാവിക്കാത്ത ഒരു തൊലിക്കട്ടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വിജയിക്കാൻ പോണില്ല. അടുത്ത തവണ അധികാരത്തിൽ വരുന്ന കാര്യം സംശയം. കാരണം എൻ്റെ മറ്റുള്ള ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. പ്രയാസമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് രാജ്യത്തിൽ ഇതുവരെ ഇല്ലാത്ത പ്രദേശങ്ങൾ വ്യാപിച്ചെന്നുള്ളത് ശരിയാണ്. അതെല്ലാം ശരിയാണ്. പക്ഷേ അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ ആഴം നികന്നു പോയി. ഇതാണ് UP. പഞ്ചാബിലൊന്നുമില്ല. പഞ്ചാബിലൊരു സീറ്റും ഇല്ല. ആ AAPയിലെ ഈ കേജ്രിവാളിൻ്റെ എടുത്തിയാട്ടം കൊണ്ടാണ് ഡൽഹി ഒരു സീറ്റൊക്കെ കിട്ടാത്തത്. എടുത്തിയാട്ടല്ലേ? അയാളൊന്നും അയാളും അങ്ങേയറ്റ അന്ധവിശ്വാസിയല്ലേ? എപ്പോഴും വേണം ഹനുമാൻ കോവിലെ കൂടുന്ന എന്തിനാണ്? ഇദ്ദേഹം രാമക്ഷേത്രത്തിൽ പോകും, അയാൾ ഹനുമാൻ കോവിൽ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 പീപ്പിൾ? രണ്ടുപേരും അന്ധവിശ്വാസികളും കടുത്ത വലതുപക്ഷക്കാരുമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു നാമ്പ് മുളയ്ക്കാൻ അയാൾ സമ്മതിക്കത്തില്ല ഡൽഹിയിൽ. ആരെ? കേജ്രിവാൾ. നമുക്കെന്ത് സഹായം? പിന്നെ ഇന്നത്തെ സ്ഥിതിയിൽ BJP എതിർക്കും അങ്ങനെയുള്ളവരെ എല്ലാവരെയും അടിയന്തരാവസ്ഥ നമ്മൾ കൂട്ടിയില്ലേ? ആ അടിസ്ഥാനത്തിൽ നിൽക്കുകയാണ്. അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണം. അവിടെ ഒന്നും കിട്ടിയില്ല. അത് BJP കൊണ്ടുപോയി. പക്ഷേ പഞ്ചാബിലും ഹരിയാനയിലും കിട്ടിയില്ല. മനസ്സിലായില്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സുരേഷ് ഗോപി ഒരു സീറ്റ് അവിടെ കിട്ടി. അതുകൊണ്ടെന്താ? ഒരു സീറ്റ് കിട്ടിയപ്പോൾ അതൊരു വലിയ ആഘോഷമല്ലേ നടത്തുന്നത്? അങ്ങനെ ആഘോഷിക്കേണ്ട കാര്യം എന്താ? വലിയ സംഭവമായിട്ട് അവർ ആഘോഷിക്കാം. കാരണം അവർക്കൊന്നും കിട്ടാത്ത ഒരു കാര്യമാണ്. ദാഹിച്ച് വലഞ്ഞിരിക്കുന്നതാണ്. കുറച്ച് വെള്ളം കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടാവും. ഹിന്ദു വർഗീയതയെ ചെറുക്കാൻ താല്പര്യമുള്ള എല്ലാവരും ചെറുക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണത്. ഇപ്പോഴും 79% വോട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. പോൾ ചെയ്ത് 19 കൊണ്ട്. എക്സെപ്റ്റ് തൃശ്ശൂർ. അത് പോട്ടെ, അടുത്ത തവണ എന്ത് കിട്ടും പുള്ളിക്ക് അവിടെ? അടുത്ത തവണ ജയിക്കത്തില്ല, ഉറപ്പ്. എഴുതി വെച്ചു. BJPക്ക് എന്താ സന്തോഷിക്കാനുള്ളത്? പറയൂ. സീറ്റ് പോയില്ലേ ഇവിടെ? ബംഗാളിൽ സീറ്റ് കുറഞ്ഞല്ലേ? 17 സീറ്റ് 12 ആയില്ലേ? മമതയെ പിടിച്ചു കെട്ടാൻ പറ്റിയില്ല. അപ്പോൾ ഈ മുസ്ലിം 18 കോടിയോ 20 കോടിയോ ജനങ്ങൾ, ഒരു 10-16 കോടി മുസ്ലിം വോട്ടേഴ്സ്, ഒറ്റ വോട്ട് BJPക്ക് കിട്ടിയില്ല. 16 കോടി വോട്ട് വേണ്ടെന്ന് പറയുന്നത് മണ്ടത്തരമല്ലേ? അവർ മാനം മര്യാദയ്ക്ക് അവരുടെ ഹിന്ദു വർഗീയതയൊക്കെ കരമൊക്കെ കുറച്ച് RSSുമായിട്ടുള്ള ഞങ്ങൾ RSSൻ്റെ പ്രോഡക്റ്റാണ് എന്നൊക്കെയുള്ള ആ ചിന്താഗതിയൊക്കെ മാറ്റിവെച്ച് ഭരണഘടന അനുസരിച്ച് നല്ല കാര്യങ്ങൾ ചെയ്താലോ? അത് ചെയ്തില്ലല്ലോ. കിട്ടിയ അവസരങ്ങളൊന്നും ചെയ്തില്ല.
എന്തെങ്കിലും സ്റ്റഡി ചെയ്യുന്നുണ്ടോ മോഡി? ഇപ്പം കേരളത്തിൽ നമ്മൾ കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തു. ഈ രാജ്യത്തെ കർഷക തൊഴിലാളിക്ക് ദരിദ്ര കർഷകർക്ക് പെൻഷൻ കൊടുക്കുന്ന ആൾ ചിന്തിക്കാൻ പറ്റുമോ? എന്താ ചിന്തിക്കാത്ത? പറ്റുമോ? തൊഴിലില്ലായ്മ അതിനെ ഇന്ന മുഴുവൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പറ, ഇവിടെ കൊടുത്തില്ലേ? മറ്റ് സ്റ്റേറ്റിലൊന്നും കൊടുത്താൽ ഇവിടെ കൊടുത്തില്ലേ? അങ്ങനെയുള്ള എന്തെങ്കിലും സോഷ്യൽ ബെനിഫിറ്റുള്ള ഇത്തരമുള്ള മഹത്തായ കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പരിപാടി നടപ്പാക്കിയില്ല. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതാനുയായികളാണ് അയാൾക്ക് വോട്ട് ചെയ്തവരിൽ എതിരായി വോട്ട് ചെയ്തവരിൽ ഭൂരിപക്ഷം. അയാൾക്ക് വോട്ട് ചെയ്തതല്ല, ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. മുസ്ലിങ്ങളും ചില പാർട്ടിക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രയോജനപ്പെടുത്തി മോഡി അധികാരത്തിൽ താഴെ ഇറക്കാനുള്ള സുവർണാവസരമായി തവണ ആ സുവർണാവസരം സാക്ഷാത്കരിക്കുന്നതിൽ കുറച്ച് താഴെ പോയി. മുന്നോട്ട് വന്നു, കോൺഗ്രസ് കുറച്ച് വന്നില്ലെന്നൊന്നും പറയുന്നില്ല. ആ ഖാർഗെയൊക്കെ വന്നതോടുകൂടി അയാളുടെ ഒരു പഴയ ജഗജീവൻ റാം മോഡലിലുള്ള അയാളുടെ ഒരു സംഭാഷണവും തലക്കെട്ടും പിന്നെ ഒരു പഴയാണല്ലേ, അതിനൊരു ഗുണമുണ്ടായി. അതും കൂടെ രാഹുൽ ഗാന്ധി കളയും. പുള്ളിക്കാരുടെയൊക്കെ തോളി ചാടാതിരിക്കാൻ പറ്റും. എപ്പോൾ നോക്കിയാലും ഒരാളുടെ തോളി ചാടിയിരിക്കും. ഓരോ ആരോപണങ്ങൾ വെറുതെ അങ്ങ് പറയുക, അത് ദേശീയ ക്യാമ്പയിനാക്കത്തില്ല, അതിൻ്റെ പുറകെ പോകില്ല. ഇതൊന്നും ശരിയല്ല. ചരിത്രത്തിൽ ഇതൊന്നും രാഹുൽ ഗാന്ധി പഠിക്കത്തില്ല. ആ ഫാമിലിയാണ് എല്ലാവരും ഇപ്പോഴും കാണുന്നത്. ഇതൊക്കെ തെറ്റല്ലേ? കാലം കഴിഞ്ഞല്ലേ? ആ ഫാമിലിയാണോ കാണണ്ടേ? അവരെല്ലാവരും പക്വതയുള്ള സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ലീഡേഴ്സ് ആവട്ടെ. കോൺഗ്രസ് ഇപ്പോൾ CPM രാജ്യത്താകെ സംവിധാനം ഇല്ലല്ലോ, കുറേ സ്റ്റേറ്റിലല്ലേ. അവർ വരുന്നത് നമുക്ക് ഒരു യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷെ വരുന്നില്ലല്ലോ. ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണം. നമ്മൾ സ്റ്റഡി ചെയ്ത് ഇപ്പോഴത്തെ യുവാക്കളെന്ന് പറഞ്ഞാൽ വസ്തുത പറയുന്നത് അവർ അംഗീകരിക്കത്തുള്ളൂ. ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. വസ്തുത നമ്മൾ പറയണം. അതിന് ബൗദ്ധികമായൊരു അടിത്തറ ഉണ്ടാവണം. അതിനൊരു നല്ല ഇൻ്റലക്ച്വൽ ലെവൽ ഉണ്ടാവണം. ഒരു തിയററ്റിക്കൽ ബേസ് ഉണ്ടാവണം. അത് സത്യമായിരിക്കണം, നാടിനും ഗുണം. ഇതൊക്കെ പറഞ്ഞാലാണ് ആ ചെറുപ്പക്കാർ. കാരണം അവരെ പുതിയ വിദ്യാഭ്യാസമോ സാങ്കേതിക വിദ്യാഭ്യാസമൊക്കെ ഒരു സാങ്കേതിക വിപ്ലവത്തിലൂടെ പോകല്ലേ രാജ്യം മുമ്പോട്ട്. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. അവർ മാത്രമല്ല, അടിസ്ഥാന വർഗവുമായുള്ള ബന്ധം ഒരിക്കലും പോകാനും പാടില്ല. കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്ക് ഒരു അസംബ്ലി മണ്ഡലത്തിലാണ് ഒന്നാമതെത്താനായത്. ഇത്തവണ 11 അസംബ്ലി മണ്ഡലത്തിൽ ഒന്നാമതെത്താനും 9 രണ്ടാമതെത്താനും തൃശ്ശൂര് പിടിക്കുന്നു. തിരുവനന്തപുരത്ത് കൺസിസ്റ്റന്റ് ആയി ക്ലോസ് സെക്കൻഡ് ആവുന്നു. ആറ്റിങ്ങൽ ക്ലോസ് തേർഡ് ആവുന്നു. 16,000-ന്റെ ഡിഫറൻസ്. അതായത് മൈനോറിറ്റീസും BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. മൈനോറിറ്റീസിനിടയിലേക്ക് BJP ആരൊക്കെ ചെയ്തിട്ടുണ്ടാവുന്നു അതിന് ഉറപ്പൊന്നുമില്ല. തൃശ്ശൂരൊക്കെ മൈനോറിറ്റീസ് വോട്ട് ചെയ്താലേ 74. അത് ഗോപിയുടെ ഒരു ഇടപെടലുണ്ടായിരുന്നല്ലോ, പല കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. അവരുടെ പള്ളിയിൽ കൊണ്ടുപോയി കുരിശ് കൊടുത്ത് അങ്ങനെ കുറേ കാലമായി പുള്ളി അവരുടെ ഇടയിൽ ഇറങ്ങിയിരുന്നു. അതൊരു സ്പെഷ്യൽ കേസാണ്, അത് ജനറൽ കേസല്ല. അവർക്ക് 19% വോട്ട് വർദ്ധിച്ചപ്പോഴാണ് ഈ സ്ഥാനങ്ങളൊക്കെ വന്നത്. 6-7% വോട്ട് വരുമ്പോൾ 15 സീറ്റുകളിൽ അവർ മുമ്പിലോ 7-8 സീറ്റുകളിൽ 2ാം സ്ഥാനത്ത് വന്നുള്ളത് ശരിയാണ്. ഇതല്ലേ വോട്ട് വന്നിട്ടില്ലേ? അതാണ് ഇതിന് കാരണം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പറ്റിയിട്ടുള്ള കുറവുകൾ കാണാതിരിക്കലല്ല, അതുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ് പറയാം. പക്ഷെ അത് തിരുത്താൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോഴും അന്തരീക്ഷം സെക്കുലറാണ്. 79% ജനങ്ങൾ ഇപ്പോഴും വോട്ട് ചെയ്തത് സെക്കുലറാണ്. കോൺഗ്രസ് സെക്കുലർ പാർട്ടിയാണല്ലോ, അല്ലെന്ന് പറയാൻ പറ്റില്ല. അവർക്കും LDF ചെയ്തില്ലേ? ഇവർക്ക് 19 ഉള്ളൂ. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായ ശേഷവും അതാണ് പറയുന്നത്. UP അവിടെ വോട്ട് പോയില്ലേ? അവിടെ മെജോറിറ്റി വലിയ ഹിന്ദു മേഖലയല്ലേ അവിടെ. പക്ഷേ ഈ ശ്രീരാമക്ഷേത്രം പണിഞ്ഞുകൊണ്ട് ഒരു ഗുണമുണ്ടായില്ല, അവിടെ പോയല്ലോ. അതിനെപ്പറ്റി മോഡിക്ക് എന്താ പറയാനുള്ളത്? ഇയാൾ വടി എല്ലായിടത്തും കൊണ്ടുവച്ചില്ലേ? എന്ത് പ്രയോജനം? പുള്ളിയുടെ പൊളിറ്റിക്സ് മുഴുവൻ പരാജയപ്പെട്ടു, പുള്ളിയുടെ ലക്ഷ്യങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇത്തവണ പ്രൈം മിനിസ്റ്റർ ആകാൻ പാടില്ല. അങ്ങനെ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു മാറി നിൽക്കുമെന്നാണ്. മാറി നിന്നിട്ട് വേറൊരാളെ വെക്കും. ഞാനിപ്പോൾ മാറി നിൽക്കുന്നു. കാരണം ഞാൻ പറഞ്ഞ 400 അപ്പുറം കടന്നില്ല, ഉള്ള 3-2 പോയി, ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞടത്ത് പോയി, ആ പണിഞ്ഞത് അനാവശ്യമായിരുന്നു. ബാബറി മസ്ജിദ് പൊളിച്ചത് ഇപ്പോഴും ഞാൻ അംഗീകരിച്ചിട്ടില്ല. ഇതെല്ലാം വസ്തുതകളല്ലേ? എവിടെയാണ് ജയിച്ചത്? തമിഴ്നാട്ടിൽ ഒറ്റ സീറ്റും കിട്ടിയില്ല. കുറച്ച് സീറ്റ് കൂടി കാണും, അല്ല വോട്ട് കൂടി കാണും, സീറ്റ് കിട്ടിയില്ലല്ലോ. ഇവിടെ സുരേഷ് ഗോപി എന്ന ഒരു സ്പെഷ്യാലിറ്റി ജയിച്ചു എന്നുള്ളത് ശരിയാണ്, അല്ല വേറൊന്നും ഇവിടെ സംഭവിച്ചില്ല. കുറച്ച് വോട്ട് കൂടി ഇല്ലേ? ശോഭാ സുരേന്ദ്രൻ
എനിക്ക് വ്യക്തിപരമായിട്ട് അവരറിയാൻ എനിക്ക് ബഹുമാനമുള്ളൂ, അതല്ല ഞാൻ പറഞ്ഞത്. അതൊന്നും പ്രശ്നമില്ല, ആക്ഷേപിച്ചൊന്നും ഞാൻ പറയാറുമില്ല. അവരെന്നെ അനുമോദിച്ചൊരു പോസ്റ്റ് ഇടും, ഞാൻ ആരെങ്കിലും ചെയ്യുമോ? ഞാൻ എൻ്റെ ഒറിജിനൽ ഇൻ്റർവ്യൂവിൽ മൊത്തം ഇവർക്കെതിരായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇത് അവരുടെ സെൻട്രൽ കമ്മിറ്റിക്ക് അവരുടെ കമ്മിറ്റി ഉണ്ട് നാഷണൽ ലെവലിൽ, ഇത് അയച്ചു കൊടുത്ത് തരുമെന്ന് അവനെ പറയും. മോഡിയെ ജനാധിപത്യത്തിലെ ഏകാധിപതി എന്ന് ഞാൻ വിളിച്ചു. 400-അപ്പുറം അഹങ്കാരമാണ്, പ്രതിപക്ഷം വേണ്ട എന്നുള്ള സ്വഭാവമാണത്. ഇങ്ങനെ പ്രസംഗിച്ചത് കൊണ്ടാണ് ഒറ്റയ്ക്കും ഭൂരിപക്ഷമില്ല, 3-2 ഭൂരിപക്ഷമില്ല. 5 വർഷം ഗവൺമെൻറ് നിൽക്കുമെന്ന് ഉറപ്പില്ലെന്ന് ഞാൻ പറഞ്ഞു. 5 വർഷം കഴിഞ്ഞ് കിട്ടാൻ പോകുന്നില്ല, ഒരു ഭരണഘടന ചിന്തിക്കുക പോലും വേണ്ട. ഒന്നും നടക്കത്തില്ല ഈ പറയുന്നൊന്നും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനെന്നെ അനുമോദിച്ചിരിക്കുക. അല്ല, ഗൗരവമുള്ള കാര്യമല്ല. അവരിവിടെ മത്സരിച്ചവരാളും വലിയ നേതാവല്ലേ. അവരെൻ്റെ പോസ്റ്റ് നോക്കണം, എന്നെ അനുമോദിച്ചാൽ ഉടനെ അത് വെച്ചിട്ട് കുറേ പേര് ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. സാർ, ഇതാണ് ഇവിടെ കിടക്കുന്നത്. യഥാർത്ഥത്തിലേക്ക് വരുന്നില്ല. ഞാൻ എത്ര കറക്റ്റായിട്ട് നിങ്ങൾ ആരെങ്കിലും സമയമുണ്ടെങ്കിൽ കണ്ടു വായിച്ചവരെല്ലാം അഭിനന്ദനം. ഇങ്ങനെ ചരിത്രപരമായി അനലിറ്റിക്കലായിട്ട് ആരും പറയാറില്ല. ഈ 50%-ഓ അതിലേറെ വോട്ട് കിട്ടിയ ഒരു പാർട്ടിയോ മുന്നണിയോ ഇന്ത്യയെ ഭരിച്ചിട്ടുള്ളതെന്ന് ഞാനിങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നതെന്ന് ഒരുപാട് സാധാരണക്കാർ വിളിച്ചു പറഞ്ഞു. സാറേ, ഞങ്ങൾക്ക് അറിയത്തില്ല ഇത്. കാരണം അതാണ് വസ്തുത. ആരും ഭരിച്ചിട്ടില്ല. ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണയില്ലാത്ത പാർട്ടികൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കോണ്ടസ്റ്റിലാണ് പറഞ്ഞത്, ഒരു സിംഹം ഇത്ര കഴുതകളെ നയിക്കുന്നതാണ് മറ്റൊന്നിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞത്. നാഷണൽ ഉള്ളത് പിണറായിയെ പറ്റി അത് പറയാമോ? അല്ല, എനിക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമില്ലേ? എൻ്റെ അഭിപ്രായമല്ലേ കൊടുക്കേണ്ടത്? എൻ്റെ അഭിപ്രായം എനിക്ക് പത്രസമ്മേളനം നടത്തി അവർ കൊടുക്കേണ്ടത്. ഇത് ശരിയാണോ ഇതൊക്കെ? ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഈ ആൻറ്റി സോഷ്യലായിട്ടുള്ളതും സോഷ്യൽ 2 ആസ്പെക്റ്റുമുള്ള ഈ സാധനം ഉപയോഗിച്ച് പൊളിറ്റിക്കൽ ക്രിമിനലിസം വളർത്തുകയാണ്. പൊളിറ്റിക്കൽ ക്രിമിനലിസം ഈസ് ഡോമിനേറ്റിംഗ് ഓൺ ദ ഫേസ്ബുക്ക് പേജ്. പൊളിറ്റിക്കൽ ക്രിമിനൽസ് രാഷ്ട്രീയത്തിൽ ആലപ്പുഴയിലൊക്കെ വളരെ കൊമിഞ്ഞ് കിടക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞാൽ ഒരു പത്രക്കാരൻ ഇതും CPM മാത്രമല്ല, എല്ലാവിധ പാർട്ടികളിലും താഴത്തെ ലെവലുകളിലെല്ലാം പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുക, പൈസ കണ്ടിക്കുക, മറ്റേത് കാണിക്കുക, വൃത്തികേട് കാണിക്കുക, എന്നിട്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ട് കിടക്കുക. അവരുടെ എണ്ണം കൂടുന്നു. ഇത് പറഞ്ഞവനാണ് ഞാൻ, മനസ്സിലായില്ലേ? അത് ഞാൻ ഇപ്പോഴും പറയുന്നു. അവർ പത്രക്കാരുടെ ഇടയിലുണ്ട്. അപ്പം എൻ്റെ കുണ്ഠിതം ചെറുതല്ല. അപ്പം ഞാൻ തെറ്റായി പറയുന്ന ആളല്ല. 64-ാമത്തെ വർഷം പാർട്ടി മെമ്പർഷിപ്പ് സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടിയതാണ്. എനിക്ക് BJP പിന്തുണച്ചിട്ട് എന്താ കാര്യം?